ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ രേണു സുധീനെ പോലീസ് പിടിച്ചു. സ്വർണം കടത്തൽ കേസ്, പെൺവാണിമ്പം, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറേ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണല്ലോ. രേണു സുധീനെ പോലീസ് പിടിച്ചു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എല്ലാവർക്കും സന്തോഷമായോ? അങ്ങനെ ഇപ്പം സന്തോഷിക്കേണ്ട. എന്തായാലും പുള്ളിക്കാർ നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് വീഡിയോയും കാര്യങ്ങളും ആൽബം ഷൂട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ആരും സന്തോഷിക്കുക വേണ്ട. സുധി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതൊക്കെ സഹിച്ചിരിക്കുന്നത്. ചിലപ്പോൾ വേറെ വല്ല പെണ്ണുങ്ങളാണെച്ചുണ്ടല്ലോ ഇതിൻ്റെ പുറകെ ഇത് കേസും വഴക്കും പ്രശ്നങ്ങളായിട്ടും അങ്ങനെയും നീണ്ടു പോയിട്ടോ അത്രയും പ്രശ്നങ്ങളായിട്ടുണ്ടാവും. രേണു സുധി ആയതുകൊണ്ട് മാത്രമാണ് അത് ഇത്രയും അവരത് അങ്ങനെ കാര്യമാക്കുന്നില്ല. പുള്ളിക്കാരുടെ ആൽബം കാര്യങ്ങൾ ഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അത് ഷൂട്ട് ചെയ്യണം അവിടെയും കൂടി എന്താ പറയുക, നിറയെ ഈ ക്യാമറയും കൊണ്ടുള്ള ആൾക്കാരാണ്. എന്നിട്ട് അത് അങ്ങനെ പബ്ലിക്കാക്കിയിട്ട് മറ്റുള്ളവർക്ക് അത് എറിഞ്ഞു കൊടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എത്രയോ ആൾക്കാർ സിനിമക്കാരാവട്ടെ ഇതുപോലെ ആൽബം ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ഈ ആൽബം ഇറങ്ങുന്നു അല്ലെങ്കിൽ ഈ ആൽബം ഇങ്ങനെ പോകുന്നു ചെറിയ ഒരു ഇതാണ് കാണിക്കുന്നുള്ളൂ. പക്ഷേ രേണു സുധീൻ്റെ അങ്ങനെയല്ല. ഒരു ആൽബം അങ്ങോട്ട് ഷൂട്ട് നടക്കാൻ തുടങ്ങി അതിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരയ്ക്കുള്ള സംഭവങ്ങൾ ഫുള്ളും അങ്ങോട്ട് പബ്ലിക്കാണ്. പുള്ളിക്കാരൻ്റെ പിന്നാലെയാണ് എല്ലാവരും, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് കണ്ട് അതിനെ അങ്ങനെ അഭിനയിക്കുന്നു ഇങ്ങനെ അഭിനയിക്കുന്നു ഇട്ടിട്ട് അതിനെടുത്ത് വേറെ ആൾക്കാരെ റിയാക്ട് ചെയ്യണം. അത്ര തന്നെ. എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവർ ഒന്നും പ്രതികരിക്കുന്നില്ല. അത് കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ എന്താ പറയുക, അവരിനെ അത്രയും മോശമായിട്ട് കാണിക്കലും പിടിക്കലും ഒക്കെ ആൾക്കാർ ഒരുമാതിരിയുള്ള വർത്തമാനങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാവാം അല്ലേ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഇടയ്ക്കായിട്ട് ന്യൂസും കാര്യങ്ങളും, എന്താ ന്യൂസല്ല വേറെ ചാനലുകളിലൊക്കെ നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു ദിവസം ഇത്ര മണിക്കൂറിന് ഇത്ര പൈസ വാങ്ങുന്നു, കഞ്ചാവ് എന്താ പറയുക സ്വർണ്ണ ബിസ്ക്കറ്റാണ് കടത്തൽ, അതാണ് ഇതാണ് വേണ്ടി ഒരുപാട് ഇപ്പോൾ ഇതായി കൂടെ. എനിക്ക് അപ്പോഴും ഞാൻ വിചാരിച്ചു ആ പെൺകുട്ടിക്ക് അത്ര ഉള്ള ധൈര്യം ഉണ്ടോ. ഇപ്പം ഈ സ്വർണ്ണക്കടത്തൊക്കെ കടത്തുക പറയുന്നത് എന്താ പറയുക, അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അതൊരു ഇതുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പവനോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഇട്ടിട്ട് വരാൻ പറ്റുള്ളൂ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത്. അല്ലാതെ ഇത്രയും കിലോ കണക്കിന് സ്വർണ്ണങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാം ചെക്കിങ് എല്ലാം ചെയ്ത ശേഷമാണ് നമ്മളെ ഉള്ളിൽ കയറ്റുന്നതും വരുന്നതൊക്കെ എല്ലാം ഇതാക്കിയ ശേഷമാണ് അവർ പുറത്തേക്ക് വിടുന്നത് തന്നെ. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് രേണു സുധി സ്വർണ്ണ കടത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തനി റൂം, 1 മണിക്കൂറിന് ഇത്ര പൈസ എത്ര, അതതിനുള്ള സംഭവം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അതാകെ ഒരു ചെറിയ എന്താ പറയുക ചെറിയ കുട്ടികളുടെ പോലൊരു സാധനം. ഇത്രയൊക്കെ ഇത് കേൾക്കണവർക്കും ഇത് വിശ്വാസമാവണ്ടേ. വിശ്വസിക്കണവർ വിശ്വസിക്കും. പക്ഷെ നമുക്കത് ചിന്തിച്ചാൽ ഒന്നും മനസ്സിലാക്കുന്ന ഒരു സംഭവമുള്ളൂ. പുള്ളിക്കാരി അതിന് മാത്രമുള്ള ആളുണ്ടോ? ഇത്ര ആൾക്കാർ റൂമിലേക്ക് വരുന്നു, ഇത്ര ആൾക്കാർ പോകുന്നു, എന്തൊക്കെയൊക്കെയോ ന്യൂസ് എന്തൊക്കെയൊക്കെയാണ് വരുന്നതെന്നേ അറിയുന്നില്ല. പറയണതിലൊരു ഇത് വേണ്ടേ. എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ട് ഈ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് പിന്നെ എന്തുകൊണ്ട് രേണു സുധീനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? രേണു സുധീനെ എന്താ പോലീസൊന്നും വന്ന് അറസ്റ്റ് ചെയ്യാത്തത്? ഇത്രയും പ്രശ്നങ്ങൾ. രേണു സുധി സ്വർണ്ണ കച്ചവടമാണ്, സ്വർണം കടത്തലാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഇത്ര മണിക്കൂറിൽ അവിടെ പോയിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെന്തുകൊണ്ട് രേണു സുധീനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെ 4 വയസ്സായ 3 വയസ്സായ കുട്ടികളെ പീഡിപ്പിക്കുന്നു. 40-50 വയസ്സായ ആൾക്കാരാണ് പീഡിപ്പിക്കുന്നത്. ഇതിൻ്റെ പുറകെ നിന്ന് പോവാൻ ആർക്കും സമയമില്ല. എന്താ പറയുക, ഇനിയിപ്പോൾ വിചാരിക്കും ഇവിടെ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യണത് എന്നായിരിക്കും കുറേ ആൾക്കാരുടെ വിചാരങ്ങൾ. സപ്പോർട്ട് ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ എന്തിനാ ഒരു പെൺകുട്ടീനെ ഇത്ര മോശമായിട്ട് ഇതാക്കുള്ളൂ? നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഒന്നുമേ കണ്ടിട്ടില്ല. വെറുതെ ഓരോരുത്തരുടെ വോയിസും കാര്യങ്ങളും കേട്ടിട്ട് നമ്മൾ എന്തിനാ ഒരു പെൺകുട്ടീനെ മോശമാക്കി ആക്കേണ്ട ആവശ്യം? നമ്മൾ എന്ത് കണ്ണിൽ കാണണോ അതാ വിശ്വസിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരാൾ പറഞ്ഞത് കൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാനേ പറ്റില്ല. പിന്നെ ആദ്യം നിർത്തേണ്ടത് ഈ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ മെമ്പർഷിപ്പ് ലൈവ് വേണ്ടി ഓരോന്നുകൾ ചെയ്യുന്നില്ല, അത് ആദ്യം നിർത്തണം. അത് നിർത്തിയാൽ തന്നെ കുറേ അങ്ങോട്ട് ആൾക്കാർക്ക് സമാധാനമാവും. യൂട്യൂബിൽ തന്നെ എത്ര പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ ഇപ്പോൾ ഇവിടുന്ന് മെമ്പർഷിപ്പ് എടുക്കുക, എന്നിട്ട് നമുക്ക് അവിടെ പോയി സംസാരിക്കുക, അല്ലെങ്കിൽ വെളിയിലുള്ളവർ കേൾക്കും. അപ്പോൾ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവർ ആദ്യം നിർത്തിക്കണം. എന്നിട്ട് ഈ മെമ്പർഷിപ്പ് എടുത്തവന്മാർ അവിടെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് അവന്മാരെ അത് ചെയ്യും ഇത് ചെയ്യും നാക്കും കൊണ്ട് മൂക്ക് തൊട് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു അതിനൊക്കെ ആട്ടത്ത് നിൽക്കണ്ടല്ലോ ആൾക്കാർ. അപ്പോൾ അതൊക്കെ എന്താ, അതൊക്കെ വിളിച്ച് കീറണം അതിനൊക്കെ.